PVR വിഷയം ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. സമരം പിൻവലിച്ചുകൊണ്ട് സമരം ചെയ്യാൻ ഉദ്ദേശിച്ച സമരം പിൻവലിച്ച് PVR ഇപ്പോൾ ഇവർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചുകൊണ്ട് തന്നെ പ്രശ്നം തീർത്തിരിക്കുന്നു. MA യൂസുഫ് അലി ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ഈ സമരം ഒത്തീർപ്പായെന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഇവിടെ അസോസിയേഷൻ്റെ ഭാരവാഹികളെല്ലാം ഉണ്ട്. ഇപ്പോഴാണ് ഈ ഇന്ത്യയിൽ ഒട്ടാകെ PVR തിയേറ്റർ ഓപ്പൺ ചെയ്ത് കൊടുക്കാമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഒട്ടാകെ രണ്ട് പ്രശ്നം, ഫോറമാളിൻ്റെ വിഷയവും കോഴിക്കോടുള്ള വിഷയം മാത്രമാണ് നിലനിർത്തിക്കൊണ്ട് ബാക്കി ഇന്ത്യയിലെല്ലാ PVRലും മലയാള സിനിമ കളിക്കാമെന്ന് ഇപ്പോൾ കൃത്യമായി ഉറപ്പ് നൽകിക്കൊണ്ട് സമരം ഒത്തീർപ്പായിരിക്കുന്നു. മലയാളികൾക്ക് എവിടെയും വിഷു സിനിമ കാണാനുള്ള അവസരം ഒരുങ്ങിയിരിക്കുന്നു എന്നോണം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും സമരം സൂപ്പറായി വിജയിച്ചിരിക്കുന്നു. അതിൻ്റെ കാര്യങ്ങൾ നിറവേറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഇപ്പോൾ അദ്ദേഹം ഫോണുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. MA യൂസുഫ് അലിയുടെ ഒരു ഇടപെടൽ ഈ സമരത്തിന് ഒരു മുഖ്യ കാരണമായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. എന്തായാലും ഇന്ന് സമരമുണ്ടായിരുന്നു. സമരം പിൻവലിച്ചുകൊണ്ട് സമരം വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. സമരം ഇപ്പോൾ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിൽ വിജയപരാജയങ്ങളൊന്നുമില്ല. നമ്മളൊരു ആവശ്യം ഉന്നയിച്ചു, ആ ആവശ്യം ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെട്ടു. അതിൽ വലിയ സന്തോഷം. അത് വിജയവും പരാജയമോ ഒന്നുമില്ല. തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹത്തിന്റെ ഇടപെടൽ ശ്രീ MA യൂസഫ് അലി അദ്ദേഹം ഇതിനകത്ത് എടുത്ത ഏറ്റവും നിർണായകവും ക്രിയാത്മകവുമായിട്ടുള്ള ഒരു റോളുണ്ട്. അത് നമുക്ക് നന്ദിയോടെ മാത്രമേ മലയാള സിനിമയ്ക്ക് അത് ഓർക്കാൻ കഴിയുള്ളൂ. അദ്ദേഹത്തോട് തീർത്താൽ തീരാത്ത കടപ്പാട് ഞങ്ങൾക്കുണ്ട്. എല്ലാ സ്ക്രീനും ഓപ്പൺ ചെയ്യും. ഇതാണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിക്കാനുള്ള ഇന്ത്യയിലെ എല്ലാ സ്ക്രീനും ഓപ്പൺ ചെയ്ത് MA യൂസുഫ് അലി ഒരു ഇടപെടൽ കൃത്യമായി തന്നെ യൂണിയനുമായി സംസാരിച്ച് കൃത്യമായി ഇടപെടൽ നടന്നതുകൊണ്ടാണ് ഈ സിനിമ ഇപ്പോൾ പ്രദർശനം ഇന്ന് ഫസ്റ്റ് തൊട്ട് PVRൽ ബുക്കിംഗ് ആരംഭിക്കുന്നു. വിഷു എല്ലാവർക്കും എല്ലാ മേഖലയിലും ഇവിടുന്ന് സിനിമ കാണാനുള്ള ഒരു അവസരം PVRൽ നിന്നും ഇപ്പോൾ ഉറപ്പ് ലഭിച്ച പശ്ചാത്തലത്തിലാണ് സമരം പിൻവലിച്ചിരിക്കുന്നത്. ഇപ്പം എല്ലാവരും ഇവിടെ ഉണ്ട്. ഇപ്പം ബ്ലിസ് സാർ ഇവിടെ ഇരിപ്പുണ്ട്. ബ്ലിസ് സാറിൻ്റെ സിനിമയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ പുറത്ത് ഉണ്ടായിരുന്നു. ബ്ലിസ് സാർ ഇപ്പോൾ സന്തോഷമായിരിക്കുന്നു, സമരം പിൻവലിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും വളരെ വലിയൊരു കാര്യമാണ് ഈ പെട്ടെന്ന് ഉണ്ടായ ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കേരളത്തിനേക്കാൾ ഉപരി കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ച് ഈ വിഷു അവധിക്കാലത്ത് സിനിമകൾക്ക് നല്ല സാധ്യത ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട്. അത് യൂസുഫിനോടുള്ള ഒരു സന്തോഷം അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണനും FKയുടെ ഭാരവാഹികളും അതിന് വലിയൊരു നേതൃത്വം നൽകി എന്നറിയുന്നതിലും വലിയ സന്തോഷമാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണുള്ളത്. എല്ലാവർക്കും സന്തോഷമുണ്ട്. എന്തായാലും മഞ്ഞുമൽ ബോയ്സ് ഒക്കെ പുറത്തേക്കായിരുന്നു ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു പെട്ടെന്നൊരു സംരംഭം ഒരു പ്രശ്നമായിരുന്നു. ഇപ്പോൾ എന്ത് തോന്നുന്നു? ഇപ്പോൾ സന്തോഷം. കാരണം ഇപ്പോഴും ഈ വെക്കേഷൻ സമയങ്ങളിൽ പടം ഓടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം പിന്നെ അത് റീഓപ്പൺ ചെയ്ത് വളരെ സന്തോഷം. തീർച്ചയായിട്ടും ആ സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി മൂഡിലിരിക്കുന്നു. സമരം പിൻവലിച്ചു. ഷാഖ സമരം പിൻവലിച്ചിരിക്കുന്നു. എന്ത് തോന്നുന്നു? വളരെ സന്തോഷമല്ലേ നമുക്ക് എല്ലാവർക്കും. നമ്മള് ടെൻഷൻ അടിച്ചത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ മൊത്തത്തില്. അപ്പോൾ ഇതിൽ ഭയങ്കര ഹാപ്പിയാണ് ആക്ച്വലി. ഇങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ ആക്ച്വലി ഡെയിലി രാത്രി സംസാരിക്കുന്നു അനുരയ്ക്ക് ഇതായിട്ട് എന്തെങ്കിലും ഒരു കണ്ണ് നമ്മളെ ഓർക്കാപ്പുറത്താണല്ലോ സമരം വന്നത്. പിന്നെ രാവിലെ തൊട്ട് എല്ലാവരും എഫേർട്ട് എടുത്താൽ ഭയങ്കര സന്തോഷം. ഉണ്ണേട്ടൻ തന്നെ രാവിലെ തൊട്ട് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് എല്ലാവർക്കും ഭയങ്കര നന്ദി. തീർച്ചയായിട്ടും എല്ലാവർക്കും നന്ദിയാണ്. അപ്പോൾ സമരം പിൻവലിച്ചിരിക്കുന്നു. ഗംഭീരമായി വിഷു ആഘോഷിക്കാൻ മലയാള സിനിമ കാണാൻ ഇന്ത്യയിൽ ഒട്ടാകെ കാണാനുള്ള അവസരം ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നു. ഈ സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്.